രണ്ടാം ക്ലാസ്സുകാരിയുടെ ഡയറി കുറിപ്പുകൾ പുസ്തകമായി പ്രസിദ്ധീകരിച്ച് സ്കൂൾ അധികൃതർ. ആലങ്കോട് ഗവൺമെന്റ് LPSലെ രണ്ടാം ക്ലാസ്സുകാരി മറിയം സൈറയുടെ ഡയറി കുറിപ്പാണ് സ്കൂൾ അധികൃതർ പുസ്തകമാക്കിയത്. വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി പുസ്തകത്തിന്റെ പ്രകാശനം നിർവഹിച്ചു. ഇങ്ങനെ ഈ ബുക്കിൽ കുത്തിക്കുറിച്ച വരികളാണ് ഒരു പുസ്തകമായി മാറിയത്. 2025 ജൂൺ 3 മുതൽ 2026 ജനുവരി 26 വരെ മറിയം സൈറ ഡയറിയിൽ എഴുതിയ ഈ കുറിപ്പുകൾ സ്കൂൾ അധികൃതരും രക്ഷകർത്താക്കളും ചേർന്ന് പുസ്തകമാക്കുകയായിരുന്നു. മറിയൂസിന്റെ ഡയറി കുറിപ്പുകൾ എന്ന് പേരിട്ട പുസ്തകം വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി പ്രകാശനം ചെയ്തു. തന്റെ വിജയങ്ങളും പരാജയങ്ങളും അനുഭവങ്ങളും കൂട്ടുകാരുമൊത്തുള്ള നിമിഷങ്ങളുമായിരുന്നു മറിയം സൈറയുടെ ഡയറിയിൽ ഉണ്ടായിരുന്നത്. ഞങ്ങളുടെ സ്കൂളിൽ 1ാം ക്ലാസ് മുതലുള്ള എല്ലാ കുട്ടികളും തന്നെ ഡയറി എഴുതുന്നുണ്ട്. 1, 2 ക്ലാസ്സുകളിൽ പ്രത്യേകിച്ച് സംയുക്ത ഡയറിയിൽ തുടങ്ങി വളർന്നു വരുന്നതാണത്. അപ്പോൾ മറിയൂസ് ജൂൺ 3-ാം തീയതി മുതൽ ഇന്ന് വരെയുള്ള ഡയറിയും ആ മോളുടെ ഡയറി കുറിപ്പിലുണ്ട്. അപ്പോൾ അതിൽ ജനുവരി 26 വരെയുള്ള ഡയറി കുറിപ്പുകൾ ചേർത്തുകൊണ്ടാണ് നമ്മളൊരു പുസ്തക രൂപത്തിലേക്ക് മാറ്റിയത്. വളരെ ലളിത സുന്ദരമായ ഭാഷയിൽ അവളുടേതായ കാര്യങ്ങൾ, അവളുടെ സ്വപ്നങ്ങൾ, അവളുടെ ചിന്തകൾ, അവളുടെ കൂട്ടുകാരുമായിട്ടുള്ള പിണക്കങ്ങൾ ഒക്കെ ഡയറി താളുകളിൽ നമുക്ക് കാണാൻ കഴിയും. തന്റെ കുഞ്ഞക്ഷരങ്ങൾ ചേർത്തുവെച്ച ഡയറി പുസ്തകമായതിന്റെ സന്തോഷത്തിലാണ് മറിയം. എല്ലാ ദിവസവും ഡയറി എഴുതും. കൂട്ടുകാരെ കുറിച്ചും വീട്ടുകാരെ കുറിച്ചും വഴിയിൽ കണ്ട കാഴ്ചകളെ കുറിച്ചുമാണ് ഞാൻ ഡയറി എഴുതിയിരിക്കുന്നത്. സ്കൂളിലെ തന്നെ അധ്യാപികയാണ് മറിയത്തിന്റെ മാതാവ് ഷംന. പിതാവ് സുൽഫി ഡെപ്യൂട്ടി തഹസിൽദാരും. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.